എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രന്റെ പടം പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന വിഷയം മാടായിരുന്നു ആടുന്ന കവുങ്ങാണ്. ആ ചെമ്പിൻ്റെ കൂടെ നോക്കുമ്പോൾ മാടങ്ങനെ ഇരുന്ന് ആടുന്നത്, പിന്നെ മാടയില്ലാതെ ഇരുന്ന് ആടുന്നത്. അന്ന് ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്താണ് ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഡീപ് ഫൈറ്റ് ഇല്ല, ഡാൻസ് ഇല്ല. പക്ഷെ ഒരിക്കൽ നമ്മൾ കാണാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് തീരുന്നവരെ നമുക്ക് അവിടെ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. കുഞ്ഞായിരിക്കുമ്പോഴത്തെ കാര്യമായിട്ടോ പറയണം. അങ്ങനെ ഞാൻ അടുപ്പിച്ച് കണ്ട രണ്ട് പടങ്ങളാണ് പൊന്തമ്മാടയും വിജയൻ. രണ്ടിലും മമ്മൂക്കയെ. പിന്നീട് ഞാൻ സിനിമയിൽ വന്നു, മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തു. കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് വന്നത്. അപ്പൊ മമ്മൂക്ക പറഞ്ഞ കാര്യമുണ്ട്, ഒരു നടൻ ഒരു ബിഗ് ബഡ്ജറ്റ് പടം ചെയ്ത് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ലോ ബഡ്ജറ്റ് പടങ്ങളും ചെയ്യണം. അതായത് നമ്മള് 50 കോടിയുടെ പടം ചെയ്യും, അത് കഴിഞ്ഞ് 55 കോടിയുടെ, പിന്നെ 100 കോടിയുടെ, 150 കോടിയുടെ, അങ്ങനെയല്ല ഒരു ആക്ടർ ഉണ്ടാവുന്നത്. 50 കോടിയുടെ ചെയ്ത് കഴിഞ്ഞാൽ ആ ആക്ടറിന് 2 കോടിയുടെ പടം ചെയ്യാൻ പറ്റണം. എന്നാലേ ഇൻഡസ്ട്രി നിലനിൽക്കുള്ളൂ, പടങ്ങളും നല്ലതുണ്ടാവുള്ളൂ. ഇത് ഞാൻ ആ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ വിജയുടെ അടുത്ത് ചോദിച്ചു, സാറേ ഈ ഒരു വർഷം ഒരു പടമാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഈ ഒരു പടം ചെയ്തു വരുമ്പോഴേക്കും ഒരു വർഷമാവും. അല്ല, ചെറിയ ചെറിയ പടങ്ങൾ ചെയ്തോളി, 2 കോടിയുടെ 2.5 കോടിയുടെ. ആ പുള്ളി എൻ്റെ മൊത്തം നോക്കി ചിരിച്ചു. എന്റെയൊക്കെ ആദ്യത്തെ കേസ് ഉണ്ടായിട്ട് പാസ്പോർട്ടൊക്കെ കോടതിയിൽ വാങ്ങി വെച്ച സമയത്താണ് ചന്ദ്രൻ സാറിന്റെ പടം വരുന്നത്. അപ്പൊ അന്ന് പടം മോഹവലയം എന്നുള്ള പടം ബഹ്റൈനിൽ ഷൂട്ട് ചെയ്തത്. അപ്പൊ സാറിന്റെ പടത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് പാസ്പോർട്ട് ഇങ്ങോട്ട് വാങ്ങിയെടുത്തത്. അപ്പോ അതിനുശേഷം ഒരാൾ കുറ്റക്കാരനാണ് എന്ന് സമൂഹത്തിന് മുന്നിൽ പറയുകയും കുറച്ച് നാൾ കൊണ്ടാടുകയും ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു അപകർഷതാബോധം ഉണ്ടാവും. പിന്നീട് ആളുകളുടെ മുഖത്ത് നോക്കുമ്പോഴും ഓരോ ദിവസവും അതിനെ നമ്മൾ ഫേസ് ചെയ്യും. അപ്പോ ഞാൻ ചെന്ന് വിട്ടതാണെങ്കിൽ സിംഹം എന്ന് പറയുന്ന പോലത്തെ ഒരു മച്ചാന്റെ ചന്ദ്രൻ സാർ ആരെയും വകവെക്കില്ല, നല്ല ഒച്ചത്തിൽ സംസാരിക്കുന്നു. നീ പോയി പണിയൊക്കെ നോക്കുക അവരോടൊക്കെ. പുള്ളിയുടെ അടുത്തുനിന്ന് കിട്ടുന്ന ഓരോ ദിവസത്തെ എനർജി അല്ലെങ്കിൽ കോൺഫിഡൻസ് ആണ് പിന്നീട് എന്നെ മുന്നോട്ട് നയിച്ചത്. ചെറുതായി ചെറുതായി വീണ്ടും അപകർഷതാബോധം പോയി, ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റി. ക്യാമറയുടെ മുന്നിൽ കോൺഫിഡൻസിലൂടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു ആക്ടറിന്റെ ഏറ്റവും കൂടുതൽ വേണ്ടത്. എല്ലാ ഇമോഷൻസും ചെയ്യാൻ പറ്റും, ക്യാമറയെ ലെവലിൽ നോക്കി നിൽക്കാം. അതാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുക സമൂഹത്തിൽ, നമ്മളെ കുറ്റക്കാരനായിട്ടും അങ്ങനെ. അപ്പൊ അതിൽ നിന്നൊക്കെ പുറത്തു കിടക്കാൻ എന്നെ മോഹവലയം എന്ന് പറയുന്ന ചിത്രം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം ഞങ്ങളുടെ ഒരു മോഹവലയായിരുന്നു, വലിയ സുധീഷേട്ടൻ്റെ ബഹ്റൈൻ. അപ്പൊ ഇനിയും നല്ല നല്ല ചിത്രങ്ങൾ ചെയ്യണം. ഇപ്പോഴും ഞാൻ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പടത്തിനാണ് വിളിക്കണേന്ന്. എന്നാ പടം തുടങ്ങണമെന്ന് ഞാൻ ചോദിച്ചത്. അതല്ല, ഫംഗ്ഷൻ ഇവന്റ് ഉണ്ടെങ്കിൽ 50-ാം വർഷം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് പടം ചെയ്യില്ലേ, അത് കഴിഞ്ഞ് പടം ചെയ്യും. അപ്പൊ ഇനിയും പടങ്ങൾ ചെയ്യാം. താങ്ക് യു.